അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ പാസ്സാക്കാൻ പോകുന്ന നിയമമാണ് എല്ലാവരെയും തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അബദ്ധമായി എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അത് പാസ്സാക്കുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ പാസ്സാക്കി എടുക്കേണ്ടതായിരുന്നു. അത് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിനുണ്ടായ നഷ്ടം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ ആ നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു മതവിഭാഗം അങ്ങോട്ട് BJP സർക്കാരിന് എതിരെയായി. ഇപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ, പറഞ്ഞപ്പോഴേക്കും അവരെതിരായി. ഇപ്പോൾ ആ ബില്ല് കർശനമായി കൊണ്ടുവരിക തന്നെയാണ്. സത്യത്തിൽ ആ നിയമം ഇവിടെ നടപ്പാക്കേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു. കാരണം 1900 അതായത് ഈ FCRA നിയമം BJP കൊണ്ടൊന്നുമല്ല. അത് ആദ്യം ഈ മതത്തിൻ്റെ നേതാക്കന്മാരും മനസ്സിലാക്കുക. ഈ നിയമം ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ലാതെ ഭാരതത്തിൽ ഫോറിൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതിവിടെ പലതരത്തിൽ ദുരുപയോഗം ചെയ്തു. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം. ഇവിടെ പല മതവിഭാഗങ്ങൾക്കും കോടികളുടെ ആസ്തി പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർ ഈ നാട്ടിലുണ്ടായിരുന്നവരല്ല, അതാ ആലോചിക്കണം. എന്നിട്ടാണ് പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഈ കോടികളുടെ അസറ്റ് വന്നത്. 1970 ആദ്യമായിട്ട് FCRA നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയത്. കാരണം ഈ പൈസയുടെ വരവ് കണ്ട് ഞെട്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ആ ഭരണത്തിനെ അത് ബാധിക്കാൻ തുടങ്ങിയിരുന്നു. 1975 ഇവിടെ അടിയന്തരാവസ്ഥ വന്നതും പിന്നെ ഒക്കെ ഉണ്ടായത്. അപ്പോൾ 1970 ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി ഈ FCRA നിയമം നടപ്പാക്കിയത്. ഫോറിൻ കറൻസി കൺട്രോൾ ചെയ്യുന്ന ഈ ബില്ല് അവതരിപ്പിച്ചത്. അത് പിന്നീട് 2010 കോൺഗ്രസ് തന്നെ ഒന്നും കൂടിയും കർശനമാക്കി. കാരണം ആദ്യം എത്ര ഫണ്ട് വന്നാലും ചോദ്യം ചെയ്യാൻ ആരുമില്ല, എന്ത് ചെയ്തു എന്നും ചോദ്യം ചെയ്യുന്നില്ല. അതിനെ കൺട്രോൾ ചെയ്യാനൊരു 80%, 20% ഫ്രീ ആക്കിയിട്ട് അങ്ങനെ ഒരു കൺട്രോളാണ് ആദ്യം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നത്. പിന്നെ 2010 ഒന്നും കൂടി ടൈറ്റാക്കി. ഈ 2010 കണക്ക് വെച്ചിട്ട് 16,000 ട്രസ്റ്റുകളുടെ പേരിൽ മാത്രം, വിവിധ ട്രസ്റ്റ്, അതിൽ ഹിന്ദുവിൻ്റെ ട്രസ്റ്റ് ഉണ്ട്, ക്രിസ്ത്യാനിയുടെ ട്രസ്റ്റ് ഉണ്ട്, മുസൽമാൻ്റെ ട്രസ്റ്റ് ഉണ്ട്, പല ട്രസ്റ്റ്, എല്ലാ ട്രസ്റ്റും 16,000-ഓളം സ്ഥാപനങ്ങളിലേക്കായിട്ട് ഒരു വർഷം 22,000 കോടിയിലധികം പൈസയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കണക്കോ ഓഡിറ്റിങ്ങോ ഒന്നും ആരും ചോദിക്കില്ല. ഇത് എന്തിനു വന്നു, എന്തിനു ഉപയോഗിക്കുന്നു, എന്തിനു വന്നു എന്ന് രേഖയിലുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ വയോജനങ്ങൾക്ക്, അല്ലെങ്കിൽ അംഗവൈകല്യം നിറഞ്ഞ കുട്ടികൾക്ക്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലത്തീംഖാന, അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടേക്കൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ വരുന്നത്. ഇതിൻ്റെ കണക്കിൽ ഈ പൈസ എന്തിന് ചിലവാക്കി എന്നൊന്നും പിന്നീട് ഓഡിറ്റിംഗ് ഇല്ല, ചോദ്യമില്ല, ഒന്നുമില്ല. സത്യത്തിൽ ഒരു വയോജന കേന്ദ്രങ്ങളോ ഒരു അംഗവൈകല്യങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ യത്തീംഖാനകളോ ഒന്നും തന്നെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയോട് നല്ല സൗകര്യങ്ങളോടുകൂടി ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ദുഃഖ സത്യം. എവിടെ പോയി ചെക്ക് ചെയ്താലും അത് സത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. പല സ്ഥലങ്ങളിലും ഫുഡ് വരെ കറക്റ്റ് കൊടുക്കുന്നുണ്ടോ സംശയമാണ്. അവർക്ക് പേടിയാണ് ആ നടത്തിപ്പുകാരെ, ആ അന്തേവാസികൾക്ക്.
പല സ്ഥലത്തും ഇതാണ് അവസ്ഥ. ഒരു ഫ്രീഡം അവർക്കില്ല. ഈ അന്തേവാസികളുടെ എണ്ണം കാണിച്ചുകൊണ്ടാണ് ഈ ഫോറിൻ ട്രസ്റ്റിൽ നിന്നും ഈ കോടികൾ ഇവിടെ വരുത്തുന്നത്. ഈ വരുത്തിയ പൈസ എന്തു ചെയ്യുന്നു? അവിടെ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഭരണകൂടം അതിൽ ശക്തമായി ഇടപെടാൻ തുടങ്ങിയത്, ഇതിന് കൺട്രോൾ കൊണ്ടുവരാൻ വെച്ചത്. പിന്നെ ഇതിൻ്റെ പേരിൽ ഇവിടെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരെ കുറച്ച് നോക്കിയില്ലെങ്കിലും അവർക്ക് തൽക്കാലം കഞ്ഞിയൊക്കെ കൊടുത്ത് അവരവിടെ നോക്കുന്നുണ്ടെങ്കിലും ഈ പൈസ എടുത്ത് തീവ്രവാദികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. കാരണം ഈ FCRA ബില്ല് ഇന്ത്യയിൽ മാത്രമല്ല 1985 അല്ല 65 അമേരിക്കയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇറ്റലിയിൽ, സ്പെയിനിൽ, ഓസ്ട്രേലിയയിൽ, UK, ജർമ്മനിയിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. ഈ ഫോറിൻ കറൻസി വരുന്നത് ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളിലേക്ക് വരുമ്പോൾ കണക്കില്ല. ബാങ്ക് അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു, അത് മുഴുവൻ എടുത്തു കൊണ്ടുപോകുന്നു. ട്രസ്റ്റുകൾ തോന്നിയമാതിരി ചിലവാക്കുന്നു. എന്തിനു ചിലവാക്കുന്നു ആരും അന്വേഷിച്ചില്ല. ഈ സമയങ്ങളിലാണ് ലോകരാജ്യങ്ങളിൽ തീവ്രവാദം വളർന്നത്, തീവ്രവാദികൾ കൂടിയത്. അവർ വിലസി നടന്നു. അവരുടെ കയ്യിൽ ലേറ്റസ്റ്റ് സുഖജീവിതം, ലേറ്റസ്റ്റ് ലോകത്തുള്ള എല്ലാതര ജീവിത സൗകര്യങ്ങളും ഈ തീവ്രവാദികളുടെ കൈകളിലെത്തി. അതിനുള്ള പൈസ എവിടെ നിന്നാണ്? ആ പൈസയാണ് ഈ FCRയിൽ കൂടെ വന്നുകൊണ്ടിരുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. ഇത് കൺട്രോൾ ചെയ്യാനായിരുന്നു മറ്റുള്ള ലോകരാജ്യങ്ങളൊക്കെ വളരെ കർശനമായിട്ടുകൊണ്ട് ആ നിയമം നടപ്പാക്കി. ഇന്ത്യയിൽ അത് നിയമം ഉണ്ടായിരുന്നു, പക്ഷേ കർശനമല്ലായിരുന്നു. ആ കർശനമാക്കാൻ ഇന്ന് നരേന്ദ്രമോദി നിർബന്ധിതനായി എന്നതാണ് സത്യം. പുറം ലോകം, അതായത് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ ഇതിന് സഹായം പാടില്ല, ഇന്ത്യയിലെ നിയമം കർശനാക്കുന്ന നിർദ്ദേശിച്ചു. അങ്ങനെ FCR ഇവിടെ സ്ട്രിക്റ്റാക്കി. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നേ അബദ്ധവശാൽ BJP പ്രഖ്യാപിച്ചു. അത് കാരണം കേരളം പോലുള്ള സംസ്ഥാനത്ത് ആ പ്രത്യേക മതവിഭാഗം BJPക്ക് എതിരെയായി. BJP ഒരിക്കലും വോട്ടിന് വേണ്ടി പ്രവർത്തിക്കാറില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. 10 വോട്ടിന് പോട്ടേന്നേ, ഞങ്ങൾക്ക് വേണ്ടത് രാജ്യമാണ് വലുത്, ദേശമാണ് വലുത്. വോട്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതാണ് BJP മുന്നോട്ട് വെച്ച ആശയം. പോയി പണി നോക്കട്ടെ ആ മതം. അങ്ങനെ അവർക്ക് പുട്ടടിക്കാൻ കിട്ടുന്ന പൈസ പിടിക്കുമ്പോൾ അവർ വോട്ട് ചെയ്തെങ്കിൽ ആ വോട്ട് വേണ്ടാന്നേ. അത് തന്നെ BJPയുടെ തീരുമാനം. പക്ഷേ ഇത് രാജ്യത്തിനെ അപകടപ്പെടുത്തുന്ന ഫണ്ടാണ്. ആ ഫണ്ട് ചെക്ക് ചെയ്യുക തന്നെ ചെയ്യും, ഓഡിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇതിൽ രസം എന്താ അറിയോ? ഈ ബില്ല് വരുന്നു എന്ന് കണ്ടപ്പോൾ കുറേ ഇത്തരം ട്രസ്റ്റുകൾ പുതുക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ്. അല്ലെങ്കിൽ 2-3-4 കൊല്ലമായിട്ട് ഇത് പുതുക്കുന്നില്ല. ഇത് പുതുക്കി അപ്ഡേറ്റ് ആക്കിയില്ലെങ്കിൽ ഇവരുടെ ഫണ്ടിൽ, ഇവരുടെ ട്രസ്റ്റിലേക്ക്, അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ അത് ക്ലിയർ ചെയ്യില്ല. അപ്പോൾ ഇവരെ സ്വാഭാവികമായിട്ട് എങ്ങനെ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഒരു ക്ലിയറൻസൊക്കെ വരുത്തി അക്കൗണ്ടൊക്കെ റെഡിയാക്കുമ്പോഴാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒരു 1000-2000 കോടി ഇങ്ങോട്ട് വരും. അപ്പോൾ അത് വരുന്നതിന് മുന്നേ അവർക്ക് സൂചന കിട്ടും. അപ്പോൾ ഇവർ അതിൻ്റെ പേപ്പറുകളൊക്കെ വേഗം ശരിയാക്കി ബാങ്കൊക്കെ റെഡിയാക്കി നിർത്തും. പൈസ വരും, അതെടുക്കും. ആ പൈസ എല്ലാം പുറത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തിന് അതൊക്കെ അങ്ങനെ കിടക്കും, പുതുക്കൊന്നുമില്ല. പക്ഷേ ആ ട്രസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് അസറ്റുകൾ കാണും ഇവിടെ. കാരണം ഇപ്പോൾ ഒരു വയോജന കേന്ദ്രമോ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ കുറേ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും, സ്ഥാപനങ്ങളൊക്കെ കാണും. ഇതൊക്കെ കാണിച്ചിട്ടാണല്ലോ ആ ട്രസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ നിയമത്തിലൊരു നിയമം കൊണ്ടുവന്നു. അതിൻ്റെ ഉള്ളിക്കുള്ളൊരു നിയമമായിരുന്നു. അതായത് ഈ ട്രസ്റ്റ് പുതുക്കി അക്കൗണ്ട് ഓഡിറ്റ് റിപ്പോർട്ടുകളെല്ലാം സമർപ്പിച്ചില്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ അസറ്റ് മുഴുവൻ സർക്കാർ പിടിച്ചെടുക്കുമെന്ന് ഒരു വ്യവസ്ഥ വന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ഇവർക്ക് ആകെ അങ്കലാപ്പലായത്. പുതുക്കിയില്ലെങ്കിലും പുതിയ ഫണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് പുതുക്കി എല്ലാ കണക്കുകളും അവതരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്കലാപ്പായി. അപ്പോൾ ഈ നിയമം ഇനി നടപ്പാക്കാൻ പോകുന്നതിന് മുന്നേ ഇപ്പോൾ അവർ ഓടി നടന്നിട്ട് നിലവിൽ പുതുക്കാത്ത അസറ്റുകളുള്ള ഈ ട്രസ്റ്റുകൾ
പുതുക്കിയിട്ട് മാന്യന്മാരായി നടക്കുന്ന ചില ട്രസ്റ്റുകളുണ്ട്, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഇപ്പോൾ. തിരക്ക് പിടിച്ച് ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. എങ്ങനെയുണ്ട്? അപ്പോൾ FCR കൊള്ളേണ്ടടുത്ത് കൊണ്ടു. വോട്ടല്ല, ദേശമാണ്, രാജ്യമാണ് വലുത് എന്ന് തന്നെയാണ് BJP ഇതിൽ കൂടെ ഒരു മെസ്സേജ് ഈ സമൂഹത്തിന് തന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രബുദ്ധരായ വിവരമുള്ള ജനങ്ങൾ മനസ്സിലാക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്ത് പറഞ്ഞാലും വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ FCR ബില്ല് കർശനമായിക്കൊണ്ട് തന്നെ BJP സർക്കാർ അവതരിപ്പിച്ചിരിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട.